പുത്തൻകുരിശുകാരിയായ ഒരു പെൺകുട്ടിയെ, ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 29 വയസ്സുണ്ട്. 2020 അതിനെ, അതായത് 2020 അതിന് അന്ന് ഒരു 24-ാം വയസ്സാണ്. അതിനെ അങ്കമാലിയിൽ ഒരുത്തൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. അവർ 2020 ആ ഒരു വർഷം വളരെ സുഖമായിരുന്നു, താമസമൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല, പരാതിയൊന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ 2021 ഇത് ഗർഭം ധരിച്ചതിന് ശേഷം ഇത് പ്രസവിച്ചപ്പോൾ അത് പെൺകുഞ്ഞായിപ്പോയി. അന്ന് മുതൽ തുടങ്ങിയതാണ് അതിന് അടി, ചവിട്ട്, തൊഴി കേട്ടോ. ഇത് സ്ഥിരമായിട്ട് അവൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? പെൺകുഞ്ഞിനെ പ്രസവിച്ചത് ഈ കുട്ടിയുടെ കുഴപ്പം കൊണ്ടെന്നാണ്. അവനെ ഈ പെണ്ണിനെ വേണം, പക്ഷേ പെൺകുഞ്ഞ് ജനിക്കാൻ പാടില്ല. അവന് പെണ്ണാവശ്യമായിരുന്നു, അതുകൊണ്ട് അവൻ പോയി കെട്ടിയേ. അതെല്ലാം കഴിഞ്ഞ് സൂക്ഷ്മമായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവന് പെണ്ണ് വേണ്ട, പെങ്കൊച്ച് പാടില്ല. പക്ഷേ ഈ കുട്ടി പ്രസവിച്ചത് പെങ്കൊച്ചായിപ്പോയി. ഇനി പെങ്കൊച്ചായിപ്പോയത് കൊണ്ട് അന്ന് മുതൽ അടിയിടിയാണ്, ഇഷ്ടംപോലെ അടിക്കും. അത് ഏതായാലും അത് കുറേ നാളൊക്കെ അങ്ങ് വീട്ടിൽ പോയി നിൽക്കും, പിന്നെയും തിരിച്ചു വരും. ആ രീതിയിൽ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇതുവരെ ആ കുഞ്ഞുമായിട്ടുള്ള ജീവിതം ഇവൻ്റെ കൂടെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് പോകണം എന്നുള്ളതുകൊണ്ട്, ആ ഗതികേട് കൊണ്ട് ഇത് സഹിച്ചു പോകുന്നതാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് അതിന് ഇവനെടുത്തിട്ട് അടിച്ച് അതിൻ്റെ തലയ്ക്ക് കാര്യമായ പരിക്കേറ്റു. ആ പരിക്കേറ്റ് കഴിഞ്ഞപ്പോൾ അതിന് നിവൃത്തിയില്ലാതെ ആശുപത്രിയിൽ പോകണ്ടായിട്ട് വന്ന് അങ്ങനെ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരിത് മനസ്സിലാക്കിയതിന് ശേഷം, കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അവരത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ അങ്കമാലി പോലീസ് പ്രാരംഭ അന്വേഷണമൊക്കെ ഇതിൻ്റെ നടത്തിയിട്ട് അതിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവനെതിരെ കേട്ടോ, ഇവൻ്റെ പീഡനത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കണം. ഇതിനകത്ത് ഇവൻ പറയുന്ന എന്ത് ബാലിശ്യമായ കാര്യമാണ്. പെൺകുട്ടിയെ പ്രസവിച്ചു, അത് ആ കുട്ടിയുടെ കുഴപ്പമാണോ? ആണോ പെണ്ണോ ആവും പ്രസവിച്ച് വരുമ്പോൾ. ഈ പെൺകുട്ടികളെന്ന് പറയുന്നത് എന്താ കുഴപ്പം? വളരെ ഐശ്വര്യമല്ലേ പെൺകുട്ടികൾ ജനിക്കുന്നത്. എനിക്ക് 2 പെൺമക്കളാണ്. ഞാൻ അതുവരെ ഈ ജനിച്ചു വരുന്നവരെ ഇത് പെണ്ണാണോ ആണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കതിന് ആവശ്യമില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. ആൺകുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുമില്ല. പിന്നെ ഈ ആണും പെണ്ണും ജനിക്കുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പെൺകുട്ടി ജനിക്കുന്ന ആരുടെ കുഴപ്പമാണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഈ പുരുഷ സെല്ലുകളിൽ ഉള്ള ക്രോമസോംസ് എന്ന് പറയുന്നത് XY ക്രോമസോംസ് ആണ്. എക്സും വൈയും ആണ് 2 ക്രോമസോം വരുന്നത്, എക്സും വൈയും. നേരെ മറിച്ച് സ്ത്രീകളിലെല്ലാം XX ആണ്, XX ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഭർത്താവിൻ്റെ സ്പേം ഈ ഓവം അണ്ടത്തിലേക്ക് പോയിട്ടാണല്ലോ ഈ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ സ്പേമിൽ അന്ന് പോകുന്ന അതിലേക്ക് പോകുന്ന ക്രോമസോം എന്ന് പറയുന്നത് Y ആണെങ്കിൽ മാത്രമേ ആൺകുഞ്ഞാവുള്ളൂ. കാരണം ഭാര്യയ്ക്ക് എപ്പോഴും വരുന്ന അണ്ടത്തിൽ വരുന്നത് എപ്പോഴും X ആണ്, XA വരൂ. കാരണം XX ഉള്ളൂ. പെൺകുട്ടിക്ക് XY ഇല്ല, സ്ത്രീക്ക്. അപ്പോൾ XA വരുള്ളൂ. ഈ ആണിൻ്റെ ഭാഗത്തു നിന്ന് XY ഉള്ളതിൽ നിന്ന് X പോയി കഴിഞ്ഞാലോ ഉറപ്പായിട്ട് പെൺകുട്ടിയാവും. അപ്പോൾ അത് ആരുടെ കുഴപ്പമാണ്? ഈ പെൺകുട്ടിയായി പോകുന്നത്. ഇവൻ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവൻ്റെ കുഴപ്പമാണെന്നേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. കാരണം അവൻ ഇതിലേക്ക് പാസ് ചെയ്തേക്കുന്ന ക്രോമസോം എന്ന് പറയുന്നത് X ആണ്. അതുകൊണ്ടാണ് പെണ്ണായത്, അല്ലാതെ ആ പെണ്ണിൻ്റെ കുഴപ്പം കൊണ്ടേ അല്ല പെൺകുട്ടി ജനിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ വയ്യാത്ത ഭോഷന്മാരാണ്, വൃത്തികെട്ടവന്മാരാണ് ഈ രീതിയിൽ ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത്. ഇവനൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ ചങ്ങലയ്ക്കിടേണ്ടതാണ്. മാനസിക രോഗികളാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. പെൺകുഞ്ഞായ എന്താ കുഴപ്പം? ആ പെൺകുട്ടിയായാലും എന്താ തകരാറ്? അതൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ? പെൺകുട്ടിയായാൽ വളരെ ഐശ്വര്യമല്ലേ? യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കളെ പലപ്പോഴും പ്രായമായ ആളുകളെ അവരെ സംരക്ഷിക്കുന്നതെന്ന് പറയുന്നത് ആൺമക്കളല്ല. ആൺമക്കൾ വളരെ കുറവാണ് ഈ മാതാപിതാക്കളെ, വയസ്സായവരെ, വാർദ്ധക്യ ദശയിൽ അവരെ സംരക്ഷിക്കുന്നത്. നേരെ മറിച്ച് പലപ്പോഴും അവർക്ക് സഹായഹസ്തങ്ങൾ എന്തിക്കൊണ്ട് വരുന്നത് പെൺകുട്ടികളാണ്. ആ കാര്യത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. അത് വയസ്സുകാലത്ത് ഒരു ശാലം കഞ്ഞി വെച്ച് തരണമെന്ന്, കഞ്ഞി കോരി തരണമെങ്കിലും ഈ പെണ്ണേ കാണുള്ളൂ.
ആണെന്നെങ്കിൽ ആമക്കളാണെങ്കിൽ അവന് വേറെ പണിയുണ്ട്, അവന് ഭാര്യയുണ്ട്, ഒരുപാട് ചുമതലകളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഇതൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലാവും. അപ്പോൾ ഇതിന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവന്മാരെ എന്ത് ചെയ്താൽ പറ്റും? പിന്നെ ഇതിനകത്ത് വേറെ റിപ്പോർട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, ഈ പെൺകുട്ടി എന്തോ അതിൻ്റെ അമ്മാവിയമ്മ എന്തോ ഉപദ്രവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അറിയാൻ വയ്യ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉപദ്രവിക്കാതിരിക്കും? ഒരാളിങ്ങനെ അങ്ങ് ഉപദ്രവം സഹിച്ച് പോവാണ്. പെണ്ണായിപ്പോയി അത് പ്രസവിച്ചത്. അതോടുകൂടി അതിനെ ആ കുടുംബം ആകെ അങ്ങ് ഒറ്റപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുമ്പോൾ ചിലപ്പോൾ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അത് റിയാക്ട് ചെയ്യും. അങ്ങനെ വരും, വരാതിരിക്കത്തില്ല, അങ്ങനെ വരും. ഇപ്പം എന്തായാലും ഇത് ആ കുട്ടി അവിടെ പുത്തൻകുരിശിലുള്ള അതിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അറിയുന്നു. ഏതായാലും പോലീസ് കേസെടുത്തിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇതിനെ ഉപദ്രവിച്ച ഇവനെ വെറുതെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയായ നടപടി വേണം. കാരണം ഇത് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാനൊന്നാകട്ടെ. പെൺകുഞ്ഞ് ജനിക്കുന്നത് പെൺകുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, നേരെ മറിച്ച് ആൺ പങ്കാളിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് തിരിച്ചറിയണം.